റീസെന്റ് ആയിട്ടുള്ള വിഷയം നമ്മുടെ ബോച്ചയാണ്. ദ്വയാർത്ഥമുള്ള പദം ഒരു സ്ത്രീയെക്കുറിച്ച് ഉപയോഗിച്ചു എന്നതാണ് കേസ്. പക്ഷെ കമന്റ് ബോക്സുകളെല്ലാം നോക്കുമ്പോൾ എന്നോ കാലത്ത് ജീവിക്കേണ്ട ചില മനുഷ്യരുടെ കമന്റുകളാണ് കാണാൻ കഴിയുന്നത്. ബോച്ച പറഞ്ഞതിൽ എന്താ കുഴപ്പം? ആ സ്ത്രീ അങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ നൂറ്റാണ്ടിൽ കിടക്കുന്ന ചിലരുടെ കമന്റുകൾ. ഈ കമന്റുകളെല്ലാം തിരുത്തി ആധുനിക നൂറ്റാണ്ടിൽ കിടക്കുന്ന ഒരു ലിബറൽ മാമൻ വഷളത്തരങ്ങൾ പറയുന്ന ഇപ്പോഴും ഈ പല ആളുകൾക്കും ഇതിനകത്തെ വഷളത്തരം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കള്ളൊക്കെ കുടിച്ചിട്ട് ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുകയും കമൻ്റ് അടിക്കുകയും ചെയ്യുന്ന ചില വഷളന്മാരുണ്ട്. ആ വഷളന്മാർക്ക് മാത്രമാണ് ഇതിനകത്തെ ഈ യഥാർത്ഥത്തിലുള്ള കുഴപ്പം എന്താണെന്ന് മനസ്സിലാവാത്തത്. എൻ്റെ പൊന്നു ചങ്ങാതി, ഒരു സ്ത്രീയുടെ ശരീരഘടന കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ പോലും അത് സ്ത്രീ പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന കാലമാണ്. ആ ചങ്ങാതി മറ്റൊരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് എന്താണെന്ന് കേട്ടോ, ഞാൻ നടിയെന്നല്ലേ പറഞ്ഞുള്ളൂ, പിന്നെ പറയാൻ പറ്റുന്നൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു സമൂഹ മാധ്യമത്തിൽ വന്ന് ഒരു നടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകുന്ന ഒരു മറുപടിയാണോ? ഇതാണോ നിങ്ങളുടെ കോമഡി? നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളും ഒക്കെ ഇല്ലേ? അവരെക്കുറിച്ച് നാട്ടിലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതുകൊണ്ട് ഈ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് വീട്ടിൽ അമ്മയോ പെങ്ങന്മാരും ഇല്ലെന്ന് ഞാനങ്ങ് കരുതും. അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ ശക്തമായി പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മാമൻ. ഇത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ? ഇതിലെ വഷളത്തരം പലർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഹണി റോസ് നല്ല ഡ്രസ്സ് ഇട്ടാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ആഹാ, നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും ഡ്രസ് ഇടിപ്പിക്കലാണോ ചേട്ടൻ്റെ പരിപാടി? ആ പരിപാടിയൊക്കെ നിർത്തിയേക്കുക. അവർക്കറിയാം ഏത് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണം എന്നുള്ളത്. ഈ മാനസികാവസ്ഥയുള്ള മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അത്ഭുതം എന്നുള്ളത്. എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഈ പറയുന്ന ഏതോ നൂറ്റാണ്ടിൽ ജീവിച്ച് കമൻ്റ് ഇടുന്ന ആളുകളെ തിരുത്തുകയാണ് ഈ മാമൻ. പക്ഷേ മാമോ, റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് കമ്മീഷൻ. ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി. ഫ്ലാഷ് ബാക്ക്. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ആ ഒപ്പന പെൺകുച്ചിനെ പിന്നെ കണ്ടായിരുന്നു? ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. ഷഹബാസിനാതിരിക്കുന്നതാണ് ആ കുട്ടിക്കും താങ്കൾക്കും നല്ലത്. ഷഹബാസിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഈ മാനസികാവസ്ഥയുള്ള മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അത്ഭുതം എന്നുള്ളത്. ലോകമൊക്കെ മാറി ചേട്ടാ. ആ ഒപ്പന പെൺകുച്ചിനെ പിന്നെ കണ്ടായിരുന്നു? ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. ഷഹബാസിനാതിരിക്കുന്നതാണ് ആ കുട്ടിക്കും താങ്കൾക്കും നല്ലത്. വഷളത്തരങ്ങൾ പറയുന്ന ഇപ്പോഴും ഈ പല ആളുകൾക്കും ഇതിനകത്തെ വഷളത്തരം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കള്ളൊക്കെ കുടിച്ചിട്ട് ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുകയും കമൻ്റ് അടിക്കുകയും ചെയ്യുന്ന ചില വഷളന്മാരുണ്ട്. ആ വഷളന്മാർക്ക് മാത്രമാണ് ഇതിനകത്തെ ഈ യഥാർത്ഥത്തിലുള്ള കുഴപ്പം എന്താണെന്ന് മനസ്സിലാവാത്തത്. ആ ഒപ്പന പെൺകുച്ചിനെ പിന്നെ കണ്ടായിരുന്നു? ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. ഷഹബാസിനാതിരിക്കുന്നതാണ് ആ കുട്ടിക്കും താങ്കൾക്കും നല്ലത്. ബോബി ചെമ്മണ്ണൂരുമായി നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, ഗുഡ് ഈവനിങ് ബോബി ചെമ്മണ്ണൂർ. നമസ്കാരം. വെരി മച്ച്, വെരി ഗുഡ്. അല്ല, ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നോ. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? ഷഹബാസിനാതിരിക്കുന്നതാണ് ആ കുട്ടിക്കും താങ്കൾക്കും നല്ലത്. ഇതാണോ നിങ്ങളുടെ കോമഡി? നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളും ഒക്കെ ഇല്ലേ? അവരെക്കുറിച്ച് നാട്ടിലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതുകൊണ്ട് ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് വീട്ടിൽ അമ്മയോ പെങ്ങന്മാരും ഇല്ലെന്ന് ഞാനങ്ങ് കരുതും. അത്രേ ഉള്ളൂ. മാമന്റെ അവസ്ഥ ഇപ്പം എന്തായി? ബോച്ച എന്ന് പറയുന്ന വ്യക്തി പ്രായപൂർത്തിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് കമന്റ് പറഞ്ഞെങ്കിൽ പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ദ്വയാർത്ഥം പറഞ്ഞത്. ഇതാണ് ലിബറൽ മാമമാരുടെ കുഴപ്പം. വലിയ ഡയലോഗ് അടിക്കും, പക്ഷെ സ്വന്തം ജീവിതത്തിൽ അത് ഉണ്ടാകൂല. അതുകൊണ്ട് മാമോ, ഇതൊക്കെ ഒരു താക്കീതാണെന്നേ. ഇതൊക്കെ ഒരു താക്കീതായി തന്നെ നമ്മൾ എടുക്കണം. ഇനി ഇങ്ങനെ മോശം കമന്റുകൾ ഇട്ടാൽ ബാക്കി മാമ പറഞ്ഞു കൊടുക്കി. ഈ ഹണി റോസിനെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന ഏതെങ്കിലും കമന്റുകൾ ഇട്ടാൽ ആ നിമിഷം നമ്മൾ പിടിച്ച് ബ്ലോക്ക് ചെയ്യും. അക്കാര്യത്തിൽ ഒരു താല്പര്യവും നമുക്കിനി നിങ്ങളോടുണ്ടാവില്ല.